നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുല്ലുവെട്ട് യന്ത്രത്തിൽ കൈ കുടുങ്ങിയതിനെ തുടർന്ന് രണ്ടായി മുറിഞ്ഞുപോയ കൈ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുനർയോജിപ്പിച്ചു. ആലക്കോട് സ്വദേശിയായ ആൽബിൻ സാജുവിന്റെ വലതു കൈയാണ് പുല്ലുവെട്ട് യന്ത്രത്തിൽ കുടുങ്ങി കൈക്കുഴയ്ക്ക് മുകളിൽ വെച്ച് രണ്ടായി മുറിഞ്ഞുപോയത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയ ആസ്റ്റർ മിംസിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നിർവഹിച്ചത്. അറ്റുപോയ കൈയുടെ ഒരു ഭാഗം അടുത്ത വീട്ടുപറമ്പിലേക്കാണ് തെറിച്ചു വീണത്. ഉടൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം മൈക്രോവാസ്കുലർ സർജറി സംവിധാനമുള്ള ആശുപത്രി എന്ന നിലയിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് ആൽബിൻ ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത്. മുറിഞ്ഞുപോയ ഭാഗം നിലത്ത് വീണ് മണ്ണും അഴുക്കും പുല്ലുമെല്ലാം പറ്റി അണുബാധയ്ക്ക് സാധ്യതയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ഇവയെല്ലാം നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അതേസമയം തന്നെ ഗുരുതരമായ പരിക്ക് പറ്റിയ കൈത്തണ്ടയിലെ 2 അസ്ഥികൾ ഓർത്തോപീഡിക് വിഭാഗത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്ലേറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്ലാസ്റ്റിക് സർജറി സംഘത്തിന്റെ നേതൃത്വത്തിൽ അറ്റുപോയ ഭാഗം കൂട്ടിയോജിപ്പിക്കുന്ന സർജറി ആരംഭിച്ചു. 2 ധമനികളും 5 സിരകളും ഞരമ്പുകളും 20 സ്നായുക്കളുമാണ് സങ്കീർണമായ സർജറി വിജയകരമായി കൂട്ടിയോജിപ്പിച്ചത്. ഇത്രയും സങ്കീർണമായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായി പൂർത്തീകരിക്കുക എന്നത് അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര HS പറഞ്ഞു. അദ്ദേഹത്തിന് പുറമെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ നിബു കുട്ടപ്പൻ, ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ നാരായണ പ്രസാദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ സുഹാസ്, എമർജൻസി വിഭാഗം ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.